എൻസിപിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാവുകയാണ്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മന്ത്രി എ.കെ. ശശീന്ദ്രനെതിരെ പ്രമേയം പാസാക്കിയതിന് പിന്നാലെ മന്ത്രിയെ പിന്തുണയ്ക്കുന്നവർ കോഴിക്കോട്ട് വിമത യോഗം ചേർന്നു. മന്ത്രി ശശീന്ദ്രനും അഡ്വക്കേറ്റ് സുരേഷ് ബാബുവും യോഗത്തിൽ പങ്കെടുത്തു. എ.കെ. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരണമെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശശീന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പി.സി. ചാക്കോയെ കണ്ട ശശീന്ദ്രൻ അനുകൂലികൾ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെടും. യോഗത്തിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. വി എസ് രഞ്ജിത്ത്, നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ എൻസിപിക്കുള്ളിൽ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ശശീന്ദ്രനെതിരെ ഇറങ്ങി പുറപ്പെട്ട പടയെ മെരുക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ ശശീന്ദ്രൻ അനുകൂലികളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് നടക്കുന്നത് രഞ്ജിത്ത്? അതായത് കോഴിക്കോട് ഇടതുമുന്നണിക്കകത്ത് തർക്കം രൂക്ഷമാവുകയാണ്. RJDയിൽ ഇന്നലെ പിളർപ്പിന്റെ വക്കിൽ വരെ എത്തി, പക്ഷേ താൽക്കാലിക പരിഹാരമുണ്ടായി. ഇപ്പോൾ NCPയിലും സമാനമായ രീതിയിൽ പിളർപ്പിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിൽ എ.കെ. ശശീന്ദ്രൻ സ്ഥാനാർത്ഥിയാവരുത് എന്നാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യമെന്ന് പറയുന്നത്. കോഴിക്കോട് NCPയുടെ ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതും അവരുടെ ആവശ്യമാണ്. എ.കെ. ശശീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റി പ്രമേയം പോലും പാസാക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് ഇന്നലെ രാത്രി മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ തന്നെ ശശീന്ദ്രനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ യോഗം ചേർന്നത്. മുതിർന്ന നേതാവായിട്ടുള്ള സുരേഷ് ബാബു ഉൾപ്പെടെ, അഡ്വക്കേറ്റ് സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 8-ാം തീയതി നാളെ തിരുവനന്തപുരത്താണ് NCPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുന്നത്. ആ യോഗത്തിലായിരിക്കും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുന്ന യോഗത്തിൽ തന്നെ പി.സി. ചാക്കോയെ കണ്ട് നേരിട്ട് എ.കെ. ശശീന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാവണം എന്നാവശ്യപ്പെടുക എന്നുള്ളതാണ് ഈ യോഗത്തിന്റെ പ്രധാന അജണ്ടയായി തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, മറിച്ചൊരു തീരുമാനം ഉണ്ടായാൽ, അതായത് എ.കെ. ശശീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല എങ്കിൽ NCPയെ തന്നെ പിളർത്താനുള്ളൊരു തീരുമാനവുമായിട്ടാണ് ഇന്നലെ ചേർന്ന ഗ്രൂപ്പ് യോഗം തീരുമാനമെടുത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് NCPയിലും ഈ പി.സി. ചാക്കോ വിരുദ്ധ വിഭാഗം അല്ലെങ്കിൽ മന്ത്രി എ.കെ. ശശീന്ദ്രൻ എ.കെ. ശശീന്ദ്രൻ അനുകൂലിക്കുന്ന വിഭാഗം വലിയ തോതിൽ സമ്മർദ്ദ ശക്തിയായി മാറുന്നു. എ.കെ. ശശീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള നിർബന്ധമാണ് അവർക്കുള്ളത്. ഏതായാലും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അതിന് പൂർണ്ണമായും എതിരാണ്. ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളെല്ലാം ഇന്നലെ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പി എസ് രഞ്ജിത്ത്, നമുക്കറിയാം ഈ മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ഈ ഘട്ടത്തിലും ഇപ്പോൾ എ.കെ. ശശീന്ദ്രനെ ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അത് വലിയൊരു പിളർപ്പിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണല്ലേ? തീർച്ചയായിട്ടും എ.കെ. ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 8 തവണ എങ്ങാണ്ട് മത്സരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ. 6 തവണ MLA ആയിട്ടുണ്ട്. 2 ടേം 10 വർഷം തുടർച്ചയായി മന്ത്രിയായി. പിണറായി വിജയൻ കഴിഞ്ഞാൽ ആ മന്ത്രിസഭയിൽ അത്തരത്തിലൊരു ഭാഗ്യം ലഭിച്ചത് എ.കെ. ശശീന്ദ്രന് മാത്രമാണ്. തുടർച്ചയായി 10 വർഷത്തോളം മന്ത്രിയായി. അപ്പോൾ ഈ വർഷം അദ്ദേഹം മാറി നിൽക്കുമെന്ന് പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. പാർട്ടി യോഗത്തിൽ, അതായത് ഇടക്കാലത്ത് എ.കെ. ശശീന്ദ്രൻ രാജിവെക്കണം എന്നൊരാവശ്യം ഉയർന്നു വന്ന ഘട്ടത്തിൽ എ.കെ. ശശീന്ദ്രൻ തന്നെ പറഞ്ഞത് ഞാൻ ഈ തവണ മാറി നിൽക്കും എന്നുള്ളതാണ്. അങ്ങനെ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഘട്ടമെത്തുമ്പോൾ വീണ്ടും മത്സരിക്കാൻ അദ്ദേഹം ഒരുങ്ങുന്നു എന്നതാണ് പാർട്ടി നേതൃത്വത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ചൊടിപ്പിക്കുന്നത്. മാറി നിൽക്കും എന്ന് പറഞ്ഞ നേതാവ് മാറി നിൽക്കട്ടെ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമുക്ക് NCPയുടെ ജില്ലാ പ്രസിഡന്റ് നേരിട്ട് നമ്മുടെ ഓൺ ക്യാമറയിൽ പ്രതികരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എ.കെ. ശശീന്ദ്രൻ മാറി നിൽക്കണം എന്നൊരു അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ്. എന്നാൽ അദ്ദേഹം മാറി നിൽക്കാൻ തയ്യാറുമല്ല. സ്വാഭാവികമായി അതൊരു പിളർപ്പിലേക്ക് പോകും എന്നുള്ളതാണ്. സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പി.സി. ചാക്കോ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പി.സി. ചാക്കോ, അതുപോലെ തോമസ് കെ തോമസ് ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? ഇതൊക്കെ ആയിരിക്കും പാർട്ടിയിൽ പിളർപ്പുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അതോടൊപ്പം തന്നെ CPMന്റെ സംസ്ഥാന ഘടകം ആർക്കൊപ്പമാണ്? അത് മന്ത്രി എ.കെ. ശശീന്ദ്രനൊപ്പം നിൽക്കുമോ, അതല്ലെങ്കിൽ മുക്കം മുഹമ്മദിനൊപ്പം നിൽക്കുമോ എന്നുള്ളതും ഈ സ്ഥാനാർത്ഥിത്വത്തെ തീരുമാനിക്കുന്ന വളരെ നിർണായക ഒരു ഘടകമാണ്. NCP പിളർപ്പിലേക്കോ എന്നുള്ള വലിയ ചോദ്യത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.